നമസ്കാരം. ഇറാനിയൻ ഹൾക്ക് എന്ന വിളിപ്പേരിൽ ഗുസ്തി ലോകത്ത് പ്രശസ്തനായ 29കാരൻ സജാദ് ഗരീബിയുടെ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് ബ്രസീലിയൻ ഹൾക്കായ ഗുസ്തിക്കാരനും 27കാരനുമായ സാൻജോസ് അൽവേസ് രംഗത്തെത്തി. ഇതോടെ ഇറാനിയൻ സിംഹത്തെ നേരിടാൻ ഈ ബ്രസീലിയൻ കടുവയ്ക്കാകുമോ എന്ന ചോദ്യങ്ങളാണ് എന്ന ജിജ്ഞാസ നിറഞ്ഞ ചോദ്യം ശക്തമായി ഉയരുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കരുത്തനായ ഇറാൻകാരനെ ഗോദയിൽ വെല്ലുവിളിക്കാൻ ബ്രസീലിൽ നിന്നൊരു ഭീകരൻ എത്താൻ പോവുകയാണ്. ഇവരുടെ ഗുസ്തി കാണാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ജനുവരിയിൽ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഗരീബി പുറത്തുവിട്ട വെല്ലുവിളി സധൈര്യം ഏറ്റെടുത്തുകൊണ്ട് അൽവൈസ് തിങ്കളാഴ്ച ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ രംഗത്തെത്തുകയും UOL എസ്പോർട്ടേക്ക് വൻ പ്രചാരം കൊടുക്കുകയും ആയിരുന്നു. ഗോദയിൽ ആരോടും ഏറ്റുമുട്ടാൻ താൻ തയ്യാറാണ് എന്നാണ് അൽവേസ് സന്നദ്ധനായിരിക്കുന്നത്. സ്പോൺസർമാർക്ക് പുറകിൽ ഒളിച്ചിരിക്കാതെ തന്നോട് ഏറ്റുമുട്ടാൻ മുന്നോട്ട് വരാനാണ് ഗരീബിയെ അൽവേസ് ഇൻസ്റ്റഗ്രാമിലൂടെ വെല്ലുവിളിച്ചിരിക്കുന്നത്. തന്നോട് റിങ്ങിൽ എന്താണ് അൽവേസിന് പറയാനുള്ളത് എന്ന് ലോകത്തെ കാണിക്കേണ്ടതെന്നും അൽവേസ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നു. ബ്രസീലിയൻ ജൂജിറ്റ്സുവിൽ പരിശീലനം നേടിയ താൻ അടക്കമുള്ള ആരോടെങ്കിലും ഏറ്റുമുട്ടാൻ ധൈര്യമുണ്ടോ എന്നാണ് ഗരീബിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് അൽവേസ് ചോദിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇവരുടെ തീ പാറുന്ന ഗുസ്തിയിൽ ആരായിരിക്കും ജയിക്കുക എന്ന കാര്യത്തിൽ ഇരുവരുടെയും ആരാധകർ പന്തയം വയ്ക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും തുടങ്ങിയിരിക്കുകയാണ്. ഗരീബിക്ക് 178 കിലോഗ്രാമാണ് തൂക്കമെങ്കിൽ അൽവേസിന് 104 കിലോഗ്രാമാണ് തൂക്കമുള്ളത്. താൻ തൂക്കം 120 കിലോഗ്രാം ആക്കുമെന്നും ഗരീബിയും ശരീരഭാരം അതേ തൂക്കത്തിലെത്തി തന്നോട് ഏറ്റുമുട്ടാനുമായിരുന്നു തിങ്കളാഴ്ച പുറത്തുവിട്ട വീഡിയോയിലൂടെ അൽവേസ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അൽവേസ് 2009 മുതലാണ് ഗൗരവകരമായി പരിശീലനം തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉയരം 5 അടി 8 ഇഞ്ചാണ്. സിന്തോൾ ഓയിൽ ഇഞ്ചക്ഷനെ തുടർന്ന് അൽവേസിന്റെ ഒരു കൈക്ക് 2013 ഗുരുതരമായ തകരാറ് സംഭവിച്ചിരുന്നു. ഈ ഇഞ്ചക്ഷനെ തുടർന്ന് കടുത്ത റിയാക്ഷൻ ആയിരുന്നു ഈ ഗുസ്തി രാജാവ് അനുഭവിക്കേണ്ടി വന്നിരുന്നത്. ഇത്തരം ഇഞ്ചക്ഷനിലൂടെ ബോഡി ബിൽഡർമാർ മസിലുകൾ പുഷ്ടിപ്പെടുത്തുന്നത് സർവ്വസാധാരണമാണെങ്കിലും അത് അൽവേസിന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നായിരുന്നു റിപ്പോർട്ടുകൾ. അദ്ദേഹം ഇപ്പോൾ അവയിൽ നിന്നും കരകയറുന്നതിനിടെയാണ് ഗരീബിയുടെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇവർ തമ്മിലുള്ള മത്സരം ഉണ്ടാകുമെങ്കിൽ അത് എപ്പോഴായിരിക്കും എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. 175 കിലോ ഭാരമുള്ള സാജദ് ഇറാനിയൻ ജനതയ്ക്ക് ആവേശം തന്നെയാണ്. തന്നെക്കാളും ഭാരമുയർത്തുന്ന സാജദിന് ഇറാനിൽ മാർവൽ സൂപ്പർ ഹീറോ പരിവേഷമാണ് ഉള്ളത്. തന്റെ ഭീമാകാരമായ ശരീരം തന്നെയാണ് സാജദിന്റെ പ്രത്യേകത. പേർഷ്യൻ ഹെർക്കുലീസ് എന്ന പേരിലും അറിയപ്പെടുന്ന സാജദ് നവമാധ്യമങ്ങളിൽ സജീവമാണ്. 1,28,000 പേരാണ് സാജദിനെ നവമാധ്യമങ്ങളിൽ പിന്തുടരുന്നത്. നവമാധ്യമങ്ങൾ വഴി യുവാക്കൾക്ക് ബോഡി ബിൽഡിങ്ങിനെ കുറിച്ചുള്ള ക്ലാസുകളും സാജദ് നൽകുന്നുണ്ട്. ഇറാനിലെ പല ഭാരോദ്വഹന മത്സരങ്ങളിലും വിജയിച്ച സാജദ് രാജ്യാന്തര വേദികളിലും ശ്രദ്ധ നേടിയ വ്യക്തിയാണ്. IS-നെതിരെ പോരാടാൻ പോകുന്ന സാജദിന് ആരാധകർ വൻ പിന്തുണയാണ് 2016 നൽകി വന്നിരുന്നത്.